അസ്സലാമു അലൈക്കും. ഞാനിന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ചെറിയ 2 സൂറത്തുകളെ പറ്റിയാണ്. പരിശുദ്ധ ഖുർആനിലെ വളരെയധികം ഗുണഫലങ്ങൾ നിറഞ്ഞ ചെറിയ സൂറത്തുകളാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂനുമാണ് ഈ സൂറത്തുകൾ ഓതാൻ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ഈ 2 സൂറത്തുകൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണ ഓതിയാൽ അള്ളാഹു കുഫ്രിയത്തിൽ നിന്ന് നമ്മെ തടുക്കും, ആപത്തിൽ നിന്ന് രക്ഷ ലഭിക്കും, വഹദാനിയത്തിൽ നിന്ന് ഉറച്ചു നിൽക്കാൻ തോന്നിപ്പിക്കും, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തും. മനസ്സിൽ ക്ഷമ നഷ്ടപ്പെടുമ്പോൾ ആളുകൾക്ക് തെറ്റായ ചിന്തയിൽ മനസ്സ് കൊണ്ടുപോകും. അത്തരം സാഹചര്യത്തിൽ ഈ സൂറത്ത് നമ്മെ രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാവും. മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കാൻ തുടങ്ങും. നല്ല ചിന്തകൾ വരും. ഇബാദത്ത് ഉപേക്ഷിക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനും ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നതാണ്. എന്നാൽ ഈ 2 സൂറത്തുകൾ ദിവസവും 11 തവണ മുടങ്ങാതെ ഓതി വന്നാൽ ഐശ്വര്യപൂർണമായ ബറക്കത്തുള്ള നന്മയുള്ള ജീവിതം അവർക്കുണ്ടാകും. അതിനാൽ ഐശ്വര്യപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്നവർ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും ദിവസവും 11 തവണ ഓതുക. പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾ വഴിതെറ്റി പോകാതിരിക്കാൻ ഈ സൂറത്തുകൾ 11 തവണ പതിവാക്കുന്നത് നല്ലതാണ്. ഈ സൂറത്തുകൾ 11 തവണ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് മക്കൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് പതിവാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് പതിവാക്കുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.